ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ നടന്ന ഒരുപാട് പോസ്റ്റുകളുടെ റിസൾട്ട് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് എലിജിബിലിറ്റി ലിസ്റ്റ്. മെയിൻ എക്സാമിനേഷന് വേണ്ടി പ്രൊവിഷണലി എലിജിബിൾ ആയ ആൾക്കാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വന്ന ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കുറെ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി വന്ന ലിസ്റ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കാറ്റഗറി 2 ആണ്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. ഇപ്പൊ 2 ഘട്ടങ്ങളിലായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കൂടെ നടന്നൊരു എക്സാം ആണ്. 30/10/2021 13/11/2021. ഇപ്പൊ ഈ ഒരു പോസ്റ്റിന് PSC നിർണയിച്ചിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 22.8866 മാർക്കാണ്. ഇപ്പൊ 22.8866 മാർക്കും അതിൽ എബോവും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ലിസ്റ്റ് നോക്കാം. രണ്ടാമത്തെ ലിസ്റ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കാറ്റഗറി 1 ഓപ്പൺ മാർക്കറ്റ് സ്റ്റേറ്റ് വൈഡ്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.7185 ആണ്. 50.7185 മാർക്കും അതിന് എബോവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ദ മിനിമം മാർക്സ് ഫോർ വേരിയസ് റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് ഹാവ് ബീൻ ലോവേർഡ് ടു എൻഷുർ ദർ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ്. അപ്പൊ എലിജിബിലിറ്റി ലിസ്റ്റിൽ റിസർവേഷൻ കമ്മ്യൂണിറ്റിയുടെ നമ്പർ, അവരുടെ ഒരു റെപ്രസെന്റേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം മാർക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കാറ്റഗറി 1 ഓപ്പൺ മാർക്കറ്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോ ഇതിന്റെ കട്ട് ഓഫ് 48.9031 മാർക്കാണ്. 48.9031 മാർക്ക്. അടുത്തത് വന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കാറ്റഗറി 3 ആണ്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 23.3248 മാർക്കാണ്. അടുത്ത വന്നിരിക്കുന്ന ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ പരീക്ഷ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ നടന്ന പരീക്ഷ അല്ല. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ്. ഈ പരീക്ഷ നടന്നത് 2021 ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. ഇതിന്റെ കട്ട് ഓഫ് 59.67 മാർക്കാണ്. 59.67 മാർക്ക്. അടുത്തൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം SC/ST സ്റ്റേറ്റ് വൈഡ്. ഈ പരീക്ഷ നടന്നത് ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.9031 ആണ്. 48.9031. അപ്പൊ മൊത്തത്തില് 6 ലിസ്റ്റുകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, 6 ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എഴുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകളുടെ ലിസ്റ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് കൂടെ വന്നിട്ടുണ്ട്. പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ STV പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമായുള്ള പ്രത്യേക നിയമനം. കാറ്റഗറി നമ്പർ 300/2020 തസ്തികയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള ശാരീരിക അളവെടുപ്പ് പ്രായോഗിക പരീക്ഷ ടെസ്റ്റ് പ്ലസ് റോഡ് ടെസ്റ്റ് 2022 ഓഗസ്റ്റ് മാസം 17, 19, 20, 22, 23 എന്നീ തീയതികളിൽ രാവിലെ 6 മണിക്ക് തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള സ്പെഷ്യൽ ആംഡ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റുകൾ അവരവരുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. പ്രായോഗിക പരീക്ഷ സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ മെസ്സേജ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് SMS നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തവർക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് SR1 സെക്ഷൻ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും വന്നൊരു അനൗൺസ്മെന്റ് ആണ്. അപ്പോൾ PSC കാര്യങ്ങളൊക്കെ വേഗം വേഗം ആക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും എത്രയും വേഗം തന്നെ ലിസ്റ്റുകളൊക്കെ വരട്ടെ. മെയിൻ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിക്കോളാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമുള്ള ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.